ഒരു നാളും നമ്മെ കൈവിടാതെ നമ്മെ വഴി നടത്തുന്ന ജീവനായകനായ നമ്മുടെ ദൈവത്തിന് സ്തോത്രം, സ്തുതി അർപ്പിക്കുന്നു. കർത്താവായ യേശുവിലൂടെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം. തൻ്റെ മഹാകരുണയാൽ നമ്മുടെ ലംഘനങ്ങളെ, അകൃത്യങ്ങളെ, പാപങ്ങളെ ഒക്കെ കർത്താവ് മായിച്ചു കളഞ്ഞല്ലോ. ഈ ലഭ്യമായ പാപമോചനത്തിനായി, നിത്യജീവനായി, പുത്രത്വത്തിനായി ഒക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ രക്ഷയിലും വീണ്ടെടുപ്പിലും എൻ്റെ കൂട്ടവകാശികളായ നിങ്ങളെ ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എബ്രായർക്കുള്ള അപ്പോസ്തലന്റെ ലേഖനമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ പഠന വിഷയം. ആ വാക്യങ്ങളെ നമുക്ക് ഒന്നും കൂടെ വായിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം തുടരാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയും? സ്തോത്രം. നാം ആവർത്തിച്ച് ഈ വാക്യങ്ങൾ വായിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇതിനോടകം ഇത് പതിഞ്ഞു കാണുവാൻ സാധ്യതയുണ്ട്. കർത്താവായ യേശു ദൂതന്മാരെക്കാൾ തൻ്റെ ദൈവത്വവും പുത്രത്വവും ഒക്കെ നിമിത്തം ശ്രേഷ്ഠനാണെന്ന് പറയുന്ന 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾക്കും തൻ്റെ മനുഷ്യത്വം നിമിത്തം ദൂതന്മാരെക്കാൾ അല്പം യേശുക്രിസ്തുവിന് താഴ്ച വന്നു എന്ന് നമ്മോട് അപ്പോസ്തലൻ അറിയിക്കുന്ന 2-ാം അധ്യായം 5 മുതൽക്കുള്ള വാക്യങ്ങൾക്കും ഇടയിൽ തിരികെ കയറ്റിയ 4 വാക്യങ്ങളാണ് ഈ 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ എബ്രായ ലേഖനത്തിൽ. അവിടെ നാം നേരത്തെയും കണ്ടതുപോലെ ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവിധ മുന്നറിയിപ്പുകൾ അഥവാ താക്കീതുകളിൽ 1-ാമത്തേതാണത്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് അപ്പോസ്തലൻ താക്കീത് തരുന്നതായിട്ടും നമ്മൾ കണ്ടു. അതിലൊന്ന്, നാം ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്ന താക്കീത്. 2-ാമത്തേത്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ശിക്ഷാവിധിയിൽ നിന്നും തെറ്റിയൊഴിയുകയില്ല എന്ന താക്കീത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് അവഗണന അല്ലെങ്കിൽ അശ്രദ്ധ എന്ന പാപത്തിന് അല്ലെങ്കിൽ അപകടകരമായ പാപത്തിനെതിരെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അപ്പോസ്തലനിൽ കൂടെ നൽകുന്ന താക്കീത്, മുന്നറിയിപ്പ് എന്ന് നമുക്കതിനെ മനസ്സിലാക്കാം. അതിൽ 1-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത്, നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ വരുവാൻ പോകുന്ന അപകടവുമാണ്. നാം ഒഴുകിപ്പോകും. ഹാർബറിൽ ഇട്ടിരിക്കുന്ന, തുറമുഖത്ത് കരയോടടുപ്പിച്ച് ഇട്ടിരിക്കുന്ന ഒരു കപ്പൽ
കപ്പിത്താൻ അറിയാതെ തൻ്റെ അശ്രദ്ധ കൊണ്ട് അത് നടുക്കടലിലേക്ക് ഒഴുകി പോകുന്നതോ, കാറ്റതിനെ വലിച്ചു കൊണ്ടുപോകുന്നതോ, വെള്ളത്തിൽ അത് മുങ്ങിപ്പോകുന്നതോ ഒക്കെയായ ഒരവസ്ഥയാണ് ഒഴുകിപ്പോക്ക്. അങ്ങനെ ലോകമഹാസാഗരത്തിൽ നാം അറിയാതെ തന്നെ മുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഗംഭീര വാരിധിയിലെ വെള്ളം നമ്മുടെ വിശ്വാസ ജീവിതമാകുന്ന പടകിലേക്ക് ഇരച്ചു കയറി നമ്മുടെ വിശ്വാസപ്പടക് ഉടഞ്ഞു പോകുവാൻ, കപ്പൽ ഛേദം വരുവാൻ, വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോകുവാൻ തന്നെ ഇടയുണ്ട് എന്ന താക്കീതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതായത് ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന്. രണ്ടാമത്തെ വാക്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. അത് പഴയ നിയമത്തെക്കുറിച്ചാണെന്ന് നമ്മൾ കണ്ടു. അതിന് 3 സാധ്യതകളാണ് കണ്ടത്. പഴയ നിയമം, നമ്മുടെ പഴയ നിയമം, അല്ലെങ്കിൽ യേശുക്രിസ്തു ഉൾപ്പെടെയുള്ള നമ്മുടെ പുതിയ നിയമ വിശുദ്ധന്മാർ ഉപയോഗിച്ച യഹൂദ ബൈബിൾ. രണ്ടാമത്തെ സാധ്യത, അല്ലെങ്കിൽ അതിൻ്റെ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്നതിൻ്റെ അർത്ഥം മോശയിക പഞ്ചഗ്രന്ഥങ്ങൾ. മൂന്നാമത്തെ അർത്ഥമായി ഏറ്റവും കൃത്യമായിട്ടുള്ളതുമായി നാം കണ്ടത്, ദൈവം തന്നെ സ്വന്തം വിരലുകളാൽ എഴുതി മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ ഭരമേൽപ്പിച്ച ന്യായപ്രമാണം. 10 കൽപ്പനകളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡെക്കാലോഗ്, 10 കമാൻഡ്മെന്റ്സ്. ഇതാണ് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. പൊതുവായി നമുക്ക് പഴയ നിയമം എന്ന് പറയാം. പഴയ നിയമം ദൈവശ്വാസീയമായ, ദൈവത്തിൻ്റെ മനുഷ്യർ ദൈവത്തിൻ്റെ കൽപ്പനയാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് നമുക്ക് എഴുതി തന്ന ദൈവത്തിൻ്റെ വചനം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ വാക്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 2 തിമോത്തിയോസ് 3:16, 2 പത്രോസ് 1:20-21 വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ആ തിരുവെഴുത്തുകൾ, സ്തോത്രം, ആ തിരുവെഴുത്തുകളെ നാം കോട്ടിമാട്ടിക്കളയുന്നെങ്കിൽ അത് നാശത്തിനു വേണ്ടിയായിരിക്കുമെന്ന് പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം, പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. 2 പത്രോസ് 3:15 വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. 2 Peter 3. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. കണ്ടോ? ശേഷം തിരുവെഴുത്തുകളെ പോലെ. ആ ശേഷം തിരുവെഴുത്തെന്ന് പത്രോസ് അവിടെ ഉദ്ദേശിക്കുന്നത് എബ്രായ ലേഖനകർത്താവ് 2:2 ഉദ്ദേശിച്ച ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ശേഷം തിരുവെഴുത്തുകളെന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തെക്കുറിച്ചാണ്. പഴയ നിയമത്തെ, തിരുവെഴുത്തുകൾ, ദൈവവചനത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് തിരുവെഴുത്ത്. സ്ക്രിപ്ചർ അല്ലെങ്കിൽ സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്ത് അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ. ആ തിരു എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊള്ളണം. എഴുത്തുകൾ ഒത്തിരി ഉണ്ട്, തിരുവെഴുത്തൊന്നേ ഉള്ളൂ. സ്തോത്രം. ആവർത്തിക്കുന്നു, എഴുത്തുകൾ ഒത്തിരിയുണ്ട്,
ഞാൻ എഴുതിയ എഴുത്തുകളുണ്ട്, നിങ്ങളൊക്കെ എഴുതിയ എഴുത്തുകളുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ പണ്ടത്തെ പലരുടെയും പല എഴുത്തുകളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ സ്വഭാവം. ഫയൽ നിറയെ എഴുത്തുകളുണ്ടായിരുന്നു. ചിലത് സ്നേഹവും കരുതലും ഓർക്കാൻ വേണ്ടി വെച്ചിരുന്ന എഴുത്തുകളാണ്. മറ്റു ചിലത് ചിലരോടുള്ള അല്ലെങ്കിൽ ചിലർക്ക് നമ്മളോടുള്ള വൈരാഗ്യവും പിണക്കവും വിരോധവും ദേഷ്യവും ഒക്കെ ഓർക്കാൻ വേണ്ടി വെച്ചിരുന്നതും. ഞാൻ അങ്ങനെയുള്ള പല എഴുത്തുകളും ഏതാണ്ട് എല്ലാ എഴുത്തുകളും സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. എന്നാൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടതനുസരിച്ച് ഞാൻ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ദുഃഖിപ്പിച്ച, എന്നെ വേദനിപ്പിച്ച, എന്നെ അപമാനിച്ചവർ ഒക്കെ അയച്ച കത്തുകൾ എടുത്ത് വായിക്കാറും അതിനെക്കുറിച്ച് മനസ്സിൽ ചിലപ്പോൾ വിഷമം, ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ പ്രതികാര ചിന്തയൊക്കെ ഇങ്ങനെ അനുവദിക്കാറും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവനോട് സംസാരിച്ചത് ഞാൻ അതൊക്കെ കളഞ്ഞു. അപ്പൊ എഴുത്തുകളെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എഴുത്തുകൾ ഒത്തിരിയുണ്ട്. ചിലപ്പോൾ എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ട് എഴുത്തുകൾ, പലതരത്തിലുള്ള എഴുത്തുകളുണ്ട്. എന്നാൽ ഇതിനെ വിളിക്കുന്നത് തിരുവെഴുത്ത്. തിരു എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ. ഏറ്റവും മാന്യതയോടുകൂടെ, ഏറ്റവും കൂടുതൽ ബഹുമാനം അർപ്പിച്ചുകൊണ്ട്, ആരാധ്യ എന്ന നിലയിലാണ് ആ തിരു എന്ന പദം ഉപയോഗിക്കുന്നത്. അതിന് യോഗ്യൻ നമ്മുടെ ദൈവം മാത്രമാണെന്ന് പലവരും നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആരെയും നമ്മൾ തിരുമേനി, തിരുപ്പാദം എന്നൊന്നും വിശേഷിപ്പിക്കരുത് എന്നും കണ്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. തിരുമേനി പാപമില്ലാത്ത പരിശുദ്ധമായ, അത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റാരെയും നമ്മൾ തിരുമേനി എന്ന് സംബോധന ചെയ്യരുത്. ശരി, ഇവിടെ പത്രോസ് പറയുന്നു, ശേഷം തിരുവെഴുത്തുകളെ പോലെ പൗലോസ് എഴുതിയ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ലേഖനങ്ങളെയും പലരും കോട്ടിക്കളയുന്നു. അങ്ങനെ ചെയ്താൽ എന്താണ് പരിണിത ഫലം? കൂടെ ഒന്ന് വന്നട്ടെ. അങ്ങനെ തിരുവെഴുത്തുകളെ കോട്ടിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? നാശം, നശിച്ചു പോകും. അപ്പൊ തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നവർ തങ്ങൾക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. അതിനെ ചരിത്രപരമായിട്ടാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്. അരുളി ചെയ്തത് ദൂതൻ മുഖാന്തരം എന്ന് യഹൂദന്മാരുടെ പാരമ്പര്യ വിശ്വാസം. അതിന് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവം നേരിട്ട് മനുഷ്യനോട് ഇടപെടുന്നില്ല എന്ന ഒരു ചിന്ത. ദൈവം അങ്ങ് അത്യുന്നതനായി നിൽക്കുന്നത് കൊണ്ട്, അതിപരിശുദ്ധനായി നിൽക്കുന്നത് കൊണ്ട് പാപികളായ മനുഷ്യരോട് അങ്ങനെ അടുത്ത് ഇടപഴകുവാൻ സാധ്യമല്ല എന്ന യഹൂദ ചിന്താഗതി പിന്നീടുണ്ടായി വന്നതാണ്. അതുകൊണ്ടാണ് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. ദൂതന്റെ മധ്യസ്ഥത മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ അവർ അങ്ങനെ ആലോചിക്കുന്നതും പറയുന്നതും. സ്തോത്രം. എന്നാൽ അതിനെ ഒക്കെയാണ് ഖണ്ഡിച്ചുകൊണ്ട് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ ലേഖകന്റെ ക്രിസ്തുമാഹാത്മ്യ വർണ്ണന 4-ാം വാക്യം മുതൽ കണ്ടത്. അവിടേക്ക് ഇനി നമ്മൾ പോകുന്നില്ല. അപ്പോൾ ദൂതൻ മുഖാന്തരം അരുളി ചെയ്തതെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. എങ്കിലും
അതും തിരുവെഴുത്തുകളാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്കതായ പ്രതിഫലം അവർക്കുണ്ടായി എന്നത് താരതമ്യത്തിന് വേണ്ടിയിട്ട് അപ്പോസ്തലൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൻ്റെ ലംഘനത്തിന് ദൈവം ലംഘിച്ചവർക്ക് ശിക്ഷ കൊടുത്തു. പത്രോസ് പറഞ്ഞു, അങ്ങനെയുള്ളവർ നശിച്ചു പോകും. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. കണ്ടോ? എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, തിരുവെഴുത്തുകളെ, പഴയ നിയമ തിരുവെഴുത്തുകളുടെ ലംഘനത്തിന് തക്കതായ ശിക്ഷ ലഭിച്ചുവെന്ന്. അതാണ് പ്രതിഫലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശിക്ഷ എന്നാണ്. പത്രോസ് പറഞ്ഞു കേട്ടു, തിരുവെഴുത്തുകളുടെ ലംഘനത്തിന് അഥവാ തിരുവെഴുത്തുകളെ കളയുന്നതിനാൽ അങ്ങനെയുള്ളവർക്ക് നാശം സംഭവിക്കുന്നു എന്ന്. അവർ നഷ്ടപ്പെട്ടവരായി. മൂന്നാമതായി നാം കണ്ടു, യേശു കർത്താവിൻ്റെ തന്നെ വാക്കുകളിൽ, തിരുവെഴുത്തുകളെ അറിയായിക കൊണ്ട് തെറ്റിപ്പോകും. ഇനിയുമുണ്ട്, പക്ഷെ അവിടേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ എഴുത്തുകൾ, ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അതിനുള്ള ദൈവനിശ്വാസീയത, ഇൻസ്പിറേഷൻ ഓഫ് ഗാഡ്, ദൈവ നിശ്വാസീയത ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ ദൈവ നിശ്വാസീയതയാണ് ആ എഴുത്തുകളെ ദൈവത്തിൻ്റെ എഴുത്തുകൾ അഥവാ തിരുവെഴുത്തുകളാക്കി മാറ്റുന്നത്. തിരുവെഴുത്തുകളാക്കി മാറ്റുന്നത്. അങ്ങനെ ദൂതൻ മുഖാന്തരം അല്ലെങ്കിൽ ദൂതന്മാർ മുഖാന്തരം കൈമാറിയ പഴയ നിയമവചനത്തിൻ്റെ ലംഘനത്തിനനുസൃതമായി ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചു. വളരെ ചെറിയ നിസ്സാര വിഷയങ്ങളിൽ പോലും ദൈവം ലംഘനങ്ങളെ കാണാതെ വിട്ടില്ല. ദൈവം ദൈവത്തെക്കുറിച്ച് തന്നെ പറയുന്ന ആ സ്ഥലത്ത് ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ദൈവം ദൈവത്തെക്കുറിച്ച് ഘോഷിച്ച ഇടം അറിയാമായിരിക്കുമല്ലോ. ദൈവം ദൈവത്തെക്കുറിച്ച് ഘോഷിച്ച പ്രധാനപ്പെട്ട സ്ഥലം സീനായ് മലമുകൾ. എപ്പോൾ മോശയുടെ രണ്ടാമത്തെ ഉപവാസ സമയത്ത്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 34 5 വാക്യം മുതൽ ഒന്നും കൂടെ വായിച്ചാട്ടെ. എക്സോഡസ് 34:5 ഫോളോയി. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ. അടുത്ത വാക്യം കൂടെ. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. സ്തോത്രം. എബ്രായ ലേഖകൻ പറഞ്ഞു, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്കതായ പ്രതിഫലം അഥവാ ശിക്ഷ നൽകി. ഇവിടെ പുറപ്പാട് 34 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ യഹോവയായ ദൈവം തന്നെ
ദൈവത്തെക്കുറിച്ച് ഘോഷിച്ചു പറഞ്ഞതാണ് നാം കേട്ടത്. അവിടെയും ഇക്കാര്യം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവനായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? He punishes യാ, the children. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിക്കുന്നവർക്ക് തലമുറയായി തന്നെ ശിക്ഷ കൊടുക്കുന്നവനും കൂടെയാണ്. അപ്പൊ ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുന്നവർക്ക്, പ്രമാണിക്കുന്നവർക്ക് നന്മ, അനുഗ്രഹം, പ്രതിഫലം. എന്നാൽ ദൈവവചന ലംഘികൾക്ക് തക്കതായ ശിക്ഷ. രണ്ടും തലമുറകളെ ബാധിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോ ദൈവത്തിൻ്റെ വചനത്തെ ലംഘിക്കരുത്, നാം അത് അനുസരിക്കേണ്ടതാണ് എന്ന് വ്യക്തതയോടെ പറയുന്നു. എന്നിട്ട് ആ ചരിത്രത്തെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അങ്ങനെ ദൂതർ മുഖാന്തരം അരുളി ചെയ്ത വചനം ഒന്ന്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? സ്ഥിരമായിരിക്കും. സ്ഥിരമായി നിൽക്കുക. എബ്രായർ 2:2 ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം അഥവാ പഴയ നിയമം, അത് ഒന്ന് സ്ഥിരമായി നിൽക്കുന്നു. നാം അതിൻ്റെ അർത്ഥങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം കണ്ടു. ദൈവവചനത്തിന് മാറ്റമില്ല. പത്രോസ് അക്കാര്യം പറയുന്നു. ദൈവവചനത്തിന് മാറ്റമില്ല. നശിച്ചു പോകാത്ത ദൈവവചനമെന്ന വിത്ത് അഥവാ ബീജം, കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകതയാണ്, അതിൻ്റെ ലംഘനത്തിനും അനുസരണക്കേടിനും ദൈവം ശിക്ഷ വിധിച്ചു. സ്തോത്രം. അപ്പോൾ അത് സ്ഥിരമായിരുന്നു, അതിൻ്റെ ലംഘനത്തിന് ശിക്ഷ വിധിച്ചു എങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മുടെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സന്ദേശം. നമ്മുടെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സന്ദേശം അതിൻ്റെ ഏറ്റവും സരളമായ ലോകോത്തരമായ പേരാണ് സുവിശേഷം. സുവിശേഷം, ക്രിസ്തീയ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷം, ദൈവകൃപയുടെ സുവിശേഷം, ക്രൂശിൻ്റെ വചനം. ഇങ്ങനെ നമുക്ക് ലഭിച്ച തിരുവെഴുത്തുകൾക്ക് വിവിധ പേരുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു താരതമ്യമാണ് നടത്തുന്നത്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ശ്രേഷ്ഠം ഏതാണ്? സ്തോത്രം. നമുക്ക് ലഭിച്ച പുതിയ നിയമം. എന്താണ് ഈ പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് കാരണം? അത് അവിടെ പറയുന്നു. പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കുള്ള കാരണം പറയുന്നുണ്ട് അവിടെ. അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. കർത്താവിന്റെ ദാസൻ മുമ്പേ നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ 2 പദങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു അപ്പോസ്തലൻ. Violation and disobedience. വയലേഷൻ ആൻഡ് ഡിസൊബീഡിയൻസ്. ലംഘനം, അനുസരണക്കേട്. സ്തോത്രം. പാപത്തെ കുറിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട്. എല്ലാം ഒരളവിൽ ഒരേ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ആ പദങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്.
സ്തോത്രം. ഒരു ഉദാഹരണത്തിന് 32 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സാംസ് 32 വേഴ്സ് 1. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അടുത്തത്, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 4 പദപ്രയോഗങ്ങൾ കണ്ടു അവിടെ. ലംഘനം, പാപം, പിന്നെ അകൃത്യം, അല്ലേ? അകൃത്യം, അകൃത്യം, പിന്നെ കപടം. കപടം. ആത്മാവിൽ കപടം. സ്തോത്രം. ഏതാണ്ട് ഒരേ അർത്ഥം, ഒരേ ആശയമുണ്ടെങ്കിലും അല്പമല്ലാത്ത വ്യത്യാസങ്ങളും ഈ പദങ്ങൾക്കുണ്ട്. സ്തോത്രം. പാപം, ഇവയെല്ലാം പൊതുവെ നമ്മൾ എന്ത് വിളിക്കുന്നു? പാപം. എന്താണ് പാപം? പാപം ഒരു പ്രവൃത്തിയാണോ അതോ ഒരു അവസ്ഥയാണോ, ഒരു പ്രകൃതമാണോ? പ്രകൃതമാണ്. സ്തോത്രം. തുടക്കത്തിൽ അതൊരു പ്രവൃത്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു പ്രകൃതമായിരിക്കുന്നു. യു ആർ റൈറ്റ്. ആദാം ഹവ്വമാർ, ആദിമ മനുഷ്യരെ സംബന്ധിച്ച് അത് ഒരു പ്രവൃത്തിയായിരുന്നു. പക്ഷേ ആ പ്രവൃത്തിയാൽ പിന്നീട് മാനവകുലത്തിലേക്ക് അതൊരു പ്രകൃതമായി വ്യാപരിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇന്ന് നാം നോക്കിയാൽ പാപം എന്നത് ഒരു പ്രകൃതമാണ്. ഇറ്റ് ഈസ് ആൻ ഇന്നേറ്റ് നേച്ചർ റാദർ ദാൻ എ ഡീഡ്. ഒരു കർമ്മം അഥവാ ഒരു പ്രവൃത്തി എന്നതിനേക്കാൾ ഇന്ന് പാപമെന്ന് പറയുന്നത് ഒരു ജന്മനാ മനുഷ്യനിൽ ഉളവാകുന്ന പ്രകൃതമാണ്. അവൻ്റെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് പാപം. പാപം എന്നത് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഹമാർട്ടിയ എന്നൊരു പദമാണെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുള്ളതാണത്. മിക്കവാറും പ്രസംഗകർ ആ കാര്യം പറയാറുണ്ട്. അത് പുതിയതല്ല. ഹമാർട്ടിയ ഗ്രീക്കിൽ എഴുതുമ്പോൾ എ ആണെങ്കിലും ഉച്ചാരണം ഹ എന്ന. ഗ്രീക്കിൽ ആദ്യം അൽഫ എ എന്ന അക്ഷരം വന്നാൽ അതിൽ കൊടുക്കുന്ന ഒരു ചുനിപ്പൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഹ എന്ന് ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ ഹമാർട്ടിയ, ഹമാർഷിയ എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ ഷ്യ അല്ല, ടിയ എന്നാണ് ഗ്രീക്കിൽ ഹമാർട്ടിയ. HAMARTIA, ഹമാർട്ടിയ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. എന്നാലും ഞാനങ്ങ് പറയുകയാണ്. ഹമാർട്ടിയ എന്ന് പറഞ്ഞാൽ മിസ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക എന്നാണ് അർത്ഥം. അത് ഒളിമ്പിക്സിലും മറ്റും സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഷൂട്ടിംഗ്, ആരോ
ഷൂട്ടിംഗ് ആയാലും ഇന്നാണെങ്കിൽ തോക്കുകളുണ്ട്, പലതരം തോക്കുകൾ കൊണ്ടുള്ള വെടിവയ്പ്പ് മത്സരങ്ങളുണ്ട്. ഷൂട്ടിംഗ് പ്രത്യേകിച്ച് ഒരു പോയിന്റ്, ഒരു ബിന്ദു അവർക്ക് നൽകുന്നു, അല്ലെങ്കിൽ ഒരു കൊച്ചു വൃത്തം അവർക്ക് നൽകുന്നു. അതിലേക്ക് ഇത്ര ദൂരെ നിന്ന് അവർക്ക് വെടിവെക്കണം. പണ്ടാണെങ്കിൽ വെടിയുണ്ടയൊന്നുമില്ല, അമ്പും വില്ലും ഉപയോഗിച്ച് അതിലേക്ക് ശരങ്ങൾ എയ്യണം. അമ്പയർമാരുണ്ട്, റെഫറിമാർ. ഒരു മത്സരാർത്ഥി ലക്ഷ്യം വെച്ച് എയ്യുന്നു, ആളിൻ്റെ അമ്പ് ലക്ഷ്യം തെറ്റി മറ്റെവിടെയെങ്കിലും കൊള്ളുന്നു എങ്കിൽ അമ്പയർ അവിടെ നിന്ന് വിളിച്ചു പറയുന്ന പദമായിരുന്നു ഹമാറ്റിയ. ഡിഡിൻ ഹിറ്റ് the target, missed the mark. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടില്ല, ലക്ഷ്യം തെറ്റി. ഇതാണ് പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പദം ഹമാറ്റിയ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നാം കാണുന്ന പാപത്തിന് വേണ്ടിയിട്ടുള്ള പദമാണത്. സ്തോത്രം. ഏതാണ്ട് 786 പ്രാവശ്യം, 786 ടൈംസ് അക്കോർഡിംഗ് ടു NIV. ഇംഗ്ലീഷിലെ NIV ബൈബിൾ അനുസരിച്ചാണ്. വേർഷൻസിനനുസരിച്ച് ചിലപ്പോൾ ചില പദങ്ങൾ അതിൻ്റെ എണ്ണമൊക്കെ മാറിയേക്കാം. ഹമാറ്റിയ, അതിൻ്റെ അർത്ഥം ടു മിസ് ദ മാർക്ക്. സ്തോത്രം. ദൈവത്തോടും ദൈവത്തിൻ്റെ ആളത്വത്തോടും എതിരായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നാം അതിനെ കാണുന്നത്. പുറപ്പാട് 10:16 വാക്യം നോക്കിയുള്ളൂ. എക്സോഡസ് 10:16. പുറപ്പാട് 10:16 വാക്യം. ഫറവോൻ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എന്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചിട്ട് പറഞ്ഞ പ്രയോഗത്തിൽ നിന്നാണ് നാം അവിടെ കാണുന്നത് sin is something that is done against God or even against a person. ദൈവത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വിരോധമായിട്ട് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ. What a man ought to do, but not doing what is ought to do. ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് നിയമിക്കപ്പെട്ടിരിക്കുന്നുവോ അത് ചെയ്യാതെ വിപരീതമായത് ചെയ്യുമ്പോൾ അതിനെ ഹമാറ്റിയ, ലക്ഷ്യം തെറ്റിയിരിക്കുന്നു, പാപം ചെയ്തു എന്ന് വിശേഷിപ്പിക്കാം. ഹമാറ്റിയ. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഗലാത്യർ 5:17 വാക്യം നോക്കിക്കേട്ടെ. ഗലേഷ്യൻസ് 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. കണ്ടോ, ഇവിടുത്തെ അർത്ഥം sin is what is opposite to the right.
ശരിയായിട്ടുള്ളതിൻ്റെ വിപരീതമാണ് പാപം. എന്താണോ ശരി അതിന് വിപരീതമായിട്ട് ഉടലെടുക്കുന്നതാണ് പാപം. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു വാട്ട് ഈസ് റൈറ്റ്. ആത്മാഭിലാഷത്തിന് വിപരീതമായ ജഡാഭിലാഷം. സ്തോത്രം. ഇച്ഛിക്കുന്നത് ചെയ്യാൻ അനുവദിക്കാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഇച്ഛിക്കുന്ന നന്മയ്ക്ക് വിപരീതമായി ഇച്ഛിക്കാത്ത തിന്മ പുറപ്പെടുവിക്കുന്ന പ്രകൃതം. പ്രവൃത്തിയായിട്ടാണ് അത് പുറത്ത് കാണുന്നതെങ്കിലും അത് ശരിയായ നിലയിൽ പ്രകൃതമാണ്. സ്തോത്രം. പ്രകൃതമാണ്. അതുപോലെ പാപം എന്ന് പറയുന്നത് ചെയ്യുന്നവരിലും മറ്റുള്ളവരിലും നാശോന്മുഖമായ ഫലം പുറപ്പെടുവിക്കുന്ന കാര്യങ്ങളാണ്. Sin is those things that produce negative results. നകാരാത്മകമായ, നാശോന്മുഖമായ, നെഗറ്റീവായിട്ടുള്ള ഫലം പുറപ്പെടുവിക്കുന്ന കാര്യങ്ങൾ. സ്തോത്രം. That which is against the will of God, ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ. ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ. That hurts the loving heart of God. Anything that hurts the loving heart of God. സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ സ്നേഹഹൃദയത്തെ മുറിപ്പെടുത്തുന്നതെന്തും പാപമാണ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊരു നിർവചനം പാപത്തിന് ഏതോ ഭക്തന്മാർ പറഞ്ഞതായി നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓർമ്മ കാണുമായിരിക്കും. സിൻ ഈസ് നോട്ട് എ മിയർ ബ്രേക്കിംഗ് ഓഫ് എ കമാൻഡ്മെന്റ്, but rather it is the wrecking of the loving heart of the loving Father. It is not a mere breaking of a commandment, but rather a wrecking of the loving heart of the loving Father. പാപത്തെ വെറും ഒരു കൽപ്പനാ ലംഘനമായി മാത്രം കണ്ടുകൂടാ. പകരം അത് സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ, പിതാവിൻ്റെ സ്നേഹഹൃദയത്തെ ഉടച്ചു കളയുന്നതാണ്, റക്ക് ചെയ്യുന്നതാണ്. സത്യത്തിൽ നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിനു കോപമല്ല, ദുഃഖമാണ്, വേദനയാണ് വരുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് പോയി കർത്താവേ സോറി, ക്ഷമിക്കണേ, ഇപ്പം ക്ഷമിക്കണമെന്ന് പോലും പറയാറില്ല. സോറി ഗാഡ്. വെറും ഒരു സോറിയിൽ മാനസാന്തരം നിർത്തുന്ന പരിപാടിയാണ് നമുക്കെന്നുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ ഓടിയെത്താറുള്ള ഒരു കഥയുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒരു വനിത, എ ലേഡി, പല കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി. അതിലൊരു കുട്ടി ഒരു തരത്തിലും വഴങ്ങുന്നില്ല. പലപ്പോഴും അവള്
വേണ്ടാത്തതൊക്കെ ചെയ്തിട്ട് പിന്നെ ഒന്ന് സോറിയൊക്കെ പറയും. അങ്ങനെ ഇരിക്കെ ആ കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ആ കുട്ടിയോട് പാപം ചെയ്യുമ്പോഴൊക്കെ ഒരു പലകയിൽ ഓരോ ആണി അടിക്കാൻ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ പാപത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകുമ്പോൾ ആ ആണി നീ ഊരിയെടുത്തേക്കുക. അങ്ങനെ ഓരോ പ്രാവശ്യവും അരുതാത്തത് ചെയ്യുമ്പോൾ ആണിയടിക്കുക, പിന്നെ അതേക്കുറിച്ച് അനുതപിക്കുമ്പോൾ ആണി ഊരുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പലകയുമായിട്ട് വരാൻ അവളെ ആ വനിത വിളിച്ചു. അതും കൊണ്ട് വന്നു. അപ്പോൾ ഒരാണി പോലും അതിൽ അടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവൾ ഇപ്പം പ്രത്യേകിച്ച് വേണ്ടാതനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ആ വനിത അവളോട് പറഞ്ഞു, നോക്കൂ മോളെ, ഇപ്പോൾ ആണിയൊന്നും അതിൽ അടിച്ചു വെച്ചിട്ടില്ല, പക്ഷേ ആ പലകയുടെ രൂപം കണ്ടോ? ആണി അടിച്ച് ഊരിയ ദ്വാരങ്ങൾ. അത് നിമിത്തം പലക പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ശരിയല്ലെങ്കിൽ കൂടെ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പര്യാപ്തമായിരുന്നു. ആ സ്ത്രീ അതുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ നീ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലാണ് നീ ആണിയടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നീ ഊരിയെടുക്കും, എന്നാലും ആ ഹൃദയത്തിനേറ്റ മുറിവ് അവിടെ ഉണ്ടാകും. നമ്മുടെ ദൈവം ക്ഷമിക്കുന്നവൻ മാത്രമല്ല, മറക്കുന്നവനും കൂടെ ആയതുകൊണ്ട് ഇത് കർത്താവിൻ്റെ ഹൃദയവുമായുള്ള ബന്ധത്തിൽ യോജ്യമല്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ഇതുപോലെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനാണ് വേദന ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിനത് കോപമല്ല വരുത്തുന്നത്, ക്രോധമല്ല ജനിപ്പിക്കുന്നത്. പകരം തിരുഹൃദയത്തെ ഉടച്ചു കളയുകയാണ്. തിരുഹൃദയത്തിൽ ദ്വാരങ്ങൾ സൃഷ്ടിക്കുകയാണ്. തിരുഹൃദയത്തിന്, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനത് ദുഃഖമാണ്, ദുഃഖിപ്പിക്കുന്നവരാകും. ഒരിക്കലും നാം കർത്താവിനെ ദുഃഖിപ്പിക്കുന്നവരാകരുത്, അവിടുത്തെ പ്രസാദിപ്പിക്കുന്നവരായി നാം തീരണം. അപ്പോൾ ഈ 2-3 പദങ്ങളെക്കുറിച്ച് നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ചിന്തിക്കാമെന്ന് കരുതുന്നു. സ്തോത്രം. അപ്പോൾ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്കതായ ശിക്ഷ പഴയ നിയമ വിശ്വാസികൾക്ക് ലഭിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ അതിലും ശ്രേഷ്ഠമായ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുമ്പോൾ നാമും അവരെ പോലെ ലംഘനം ചെയ്യുന്നവരും അനുസരണക്കേടുള്ളവരുമായാൽ നാമും ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് തെറ്റിയൊഴിയില്ല, ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയിൽ നിന്നും സ്വതന്ത്രരാകില്ല എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കി അതിനെ മുറുകെ പിടിച്ച് ഒഴുകിപ്പോകാതെ അനുസരിക്കുന്നവരായും തദ്വാര നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായും തീരുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.